തിരുവനന്തപുരം ഊളംപാറ മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ ദയനീയാവസ്ഥയിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. രോഗികൾ ജയിലിലാണെന്ന തോന്നലിലാണ് കഴിയുന്നത്. 158 അറ്റൻഡർ തസ്തികയിൽ 127 പേർ മാത്രമാണുള്ളത്. ഒഴിവുകൾ ഉടൻ നികത്താൻ സർക്കാരിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. രോഗമുക്തി നേടിയ 55 പേരുടെ പുനരധിവാസ പദ്ധതി വിശദീകരിക്കണമെന്ന് പറഞ്ഞ കോടതി സർക്കാർ വിശദമായ സത്യവാങ്മൂലം നൽകണമെന്നും ആവശ്യപ്പെട്ടു. സേഫ് സൈലാബ്ദീൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സേഫ്, എന്തൊക്കെയായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ? ഭദ്ര, രണ്ട് ജസ്റ്റിസുമാർ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ബസന്ത് ബാലയും കഴിഞ്ഞ ദിവസം ഊളംപാറ മാനസികാരോഗ്യ കേന്ദ്രം സന്ദർശിച്ചിരുന്നു. അതിനുശേഷം ഇന്ന് ഈ കേസ് ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് ചില പരാമർശങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. രോഗികൾ ആശുപത്രിയിലല്ല ജയിലിലാണെന്ന് തോന്നലിലാണ് കഴിയുന്നത് എന്നുള്ളതാണ് അവിടെ പോയതിനു ശേഷം അവർ നേരിട്ട് കണ്ടതിന് ശേഷം അവർ പറയുന്നത്. രോഗികളുടെ അവസ്ഥ വേദനിപ്പിക്കുന്നതാണ്. 158 അറ്റൻഡർ തസ്തികയുണ്ട്, പക്ഷെ 127 പേര് മാത്രമാണ് അവിടെ ഉള്ളത്. ഒഴിവുകൾ നികത്താൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി ഈ ഘട്ടത്തിൽ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അറ്റൻഡർമാർ തന്നെയാണ് പാചകവും ശുചീകരണവും എല്ലാം നിർവഹിക്കുന്നത്. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാർ പോലുമില്ല. കുറഞ്ഞത് 40-50 പേർ ആവശ്യമാണെന്നാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ പറയുന്നത്. കാരണം മാനസികാരോഗ്യമുള്ള ആൾക്കാരാണ്, അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കാൻ പോലും അവിടെ ആൾക്കാരില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. രോഗമുക്തി നേടിയ 55 പേരുടെ പുനരധിവാസ പദ്ധതി സംസ്ഥാന സർക്കാർ വിശദീകരിക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരിനോട് വിശദമായ സത്യവാങ്മൂലം നൽകാനാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭദ്ര.